പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ സിനിമ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ജാനകി വെട്ടൻ സ്റ്റേറ്റ് ഓഫ് കേരള അത് പേര് മാറ്റി ഇപ്പോൾ സെൻസർ ബോർഡിന് സമർപ്പിച്ചിരിക്കുന്നു. അന്തിമാനുമതിക്കായി മുംബൈയിലെ ഓഫീസിലേക്ക് വന്നു. എന്താണ് അതിനകത്തൊരു അഭിപ്രായം? ഇത് സിനിമാ പ്രേമികളായിട്ടുള്ള നമ്മളെല്ലാവരെയും പോലെ തന്നെ വളരെ വിചിത്രവും വളരെ എന്താ പറയുന്നത് യാതൊരു ലോജിക്കും നമുക്ക് മനസ്സിലാവാത്ത പോലുള്ള ഒരു അനാവശ്യ വിവാദമാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഈ സിനിമയെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ളത്. വളരെ എന്താ പറയുന്നത് യാതൊരു തരത്തിലും ലോജിക്കലി നമുക്കത് മനസ്സിലാവാത്ത രൂപത്തിലാണ്. എന്തെങ്കിലും ഏറെ പ്രതിഷേധം ഈ കാര്യത്തിൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നും പൊതുവിൽ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വന്നു. വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. അത് എന്താണെന്ന് ഇനി ഭാവിയിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം നേരത്തെ തന്നെ എമ്പുരാൻ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ തൊട്ടടുത്ത ഈ പേരുമായി ബന്ധപ്പെട്ടാണ് വിചിത്രമായിട്ടുള്ള ചില വാദങ്ങൾ സത്യവാങ്മൂലമായി ഹൈക്കോടതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് കേട്ടപ്പോൾ എന്താ തോന്നി? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലെയും നമ്മൾ ഇത്രയും കാലം കണ്ട ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകരെ പോലെയും വിചിത്രം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വാക്ക്. വളരെ വിചിത്രമായിരിക്കുന്നു. പല രീതിയിലുള്ള ഇഷ്യൂസ് ഇപ്പൊ എമ്പുരാൻ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വിചിത്രമായ ഒരു സിറ്റുവേഷനെ നമ്മൾ നേരിടുന്നത്. ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റം ഒപ്പം തന്നെ JSK വിവാദവുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകൻ ആഷിഖ് കപൂർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും MT അധീഷ് YS അഭിനന്ദ് 24.